ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സിമ്പിൾ കറീന് ചെയ്ത് കാണിക്കാൻ പോണത്. ഇത് പപ്പക്കായാണ്, പപ്പായ ഓമയ്ക്ക എന്നൊക്കെ പറയുന്നതിന്. ഇത് പഴുത്തതല്ല, കുറച്ച് കളർ വന്നതിന്. ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോഴേ കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. മറ്റേ തനി പച്ചയായാലും ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇതൊരു കുക്കറിലോ വേറെ ഏതെങ്കിലും പാത്രത്തിലിട്ടിട്ട് വേവിക്കേണ്ട വരും. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊരു 1/2 കിലോളം ഉണ്ടാവുള്ള പപ്പക്കായ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇടുക. ഇത്ര അധികം ഇടണ്ട, പച്ചക്കറി അല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പച്ചമുളക് ഇടാം. ഞാൻ പച്ചമുളകൊന്നും ഇടണില്ല, ഇത് മാത്രമേ ഇടണുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ശരിക്ക് ഫുള്ള് മുങ്ങണ്ട, ഒരു 3/4 ഭാഗമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാം. ഉപ്പ് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ വേവിക്കാൻ വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് നാളികേരം വേണം. ഞാൻ 1/2 മുറി നാളികേരമാണ് ഇതിലെടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ജീരകം, നല്ല ജീരകവും ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതിന്. അരയണ്ട, ഇങ്ങനെ തരി തരിയായിട്ട് വേണം. അപ്പോൾ നമുക്കിത് വിസിൽ വരുന്നത് നോക്കാം. ഒരു 2-3 വിസിൽ കേട്ടോട്ടെ. കുറച്ചൊന്ന് വെന്ത് ഒന്ന് ഉടയുന്ന പോലെ ആവണം. 3 വിസിൽ ഞാൻ കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുന്നു ചെറുതായിട്ട്. ഗ്യാസ് കത്തിക്കേണ്ട വരും. ഇതിൽ ഉപ്പിടുക ആവശ്യത്തിനുള്ളത്. ഈ നാളികേരം നമ്മൾ ചതച്ച് വെച്ചത്. ഇതിൽ ജീരകം ഉണ്ട്, കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉണ്ട്. അരയായാലും കുഴപ്പമില്ല. പിന്നെ ചെറിയ ഉള്ളി ഉണ്ട്, ഒരു 5-6 എണ്ണം. അതും കൂടെ ഒന്ന് ചതച്ച് വെച്ചത്. ഇതിലിട്ടിട്ടൊന്ന് ഇളക്കുക. ഒരു വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല, ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതിൽ വേപ്പില ഇടുക കുറച്ച്. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലൊന്ന് കടുക് പൊട്ടിക്കണം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇപ്പോൾ പപ്പക്കായൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും വീട്ടിലുണ്ടാവണതല്ലേ. നല്ല പോഷകമൂല്യമുള്ളൊരു വെജിറ്റബിളാണത്. വെജിറ്റബിളും ഫ്രൂട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതിന്. അപ്പോൾ അത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതിന് കുറച്ച് നാളികേരം ഇത്തിരി കൂടുതലായാലും കുഴപ്പമില്ല, അല്ല ഇത്ര മതി. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേറെ. അതിൽ കുറച്ച് നമുക്ക് കടുക് പൊട്ടിച്ച് അതിലിടണം. ഇതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ കുറച്ച് ഒരു ടീസ്പൂൺ ഒഴിക്കുക. ഒരു ടീസ്പൂൺ ഒഴിക്കുക. അത് ചൂടാകുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് കടുകും ഒരു നുള്ളു ജീരകവും കൂടെ പൊട്ടിക്കണം. കുറച്ച് വേപ്പില ഇടുക. കടുക്, കുറച്ച് ജീരകം, ഒരു നുള്ളു മതി. വേപ്പിലയും കൂടെ അതിലിടുക. ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ ഇതിൽക്കിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതിന് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി കഴിച്ച് നോക്കാം. അത് ചോറിൽ കൂടെ ചപ്പാത്തിയിൽ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് സൈഡ് ഡിഷായിട്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. താങ്ക്